മോംസ് വീടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റേഷൻ പച്ചരി കൊണ്ട് നല്ല പഞ്ഞു പോലെ പൂ പോലത്തെ നല്ല ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തില്ല, നല്ല ഇഡ്ഡലി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ കപ്പിന് 2 കപ്പ് പച്ചരി അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ പാറ്റിയൊക്കെ എടുക്കാം. ഇനി ഈ അരി നിങ്ങൾ കാണുന്നല്ലോ, ഈ അരി നമുക്കിനി ഇതിലേക്ക് ഞാനിതാ 1 ടീസ്പൂണ് നല്ല കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഞെരടി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഈ പച്ചരിയിലുള്ള പസപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലപോലെ ഒന്ന് ഞെരടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ നല്ലപോലെ ഉണ്ട് കൈ കൊണ്ട് ഞെരടി നമുക്കിതൊന്ന് കഴുകിയെടുക്കുക. ഇങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ അഴുക്കും പോവും, മാത്രമല്ല ഈ പസപ്പ് ഒന്ന് മാറിക്കിട്ടും. നല്ലപോലെ ഞെരടിയെടുക്കുക. ഇതുപോലെ ഞെരടിയെടുത്തതിന് ശേഷം നമുക്കൊരു 4-5 വെള്ളം നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ ഞാൻ അരി നല്ലപോലെ കഴുകിയെടുത്തു, വെള്ളമൊഴിച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആട്ടുന്ന സമയത്ത് അരയ്ക്കുന്ന സമയത്ത് പിന്നെ അത് നമുക്ക് അരിക്കാനോ കഴുകാനോ നിൽക്കേണ്ട. ഇപ്പോൾ നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1/4 ഭാഗം മാത്രം ഉഴുന്നെടുക്കുക. നമ്മൾ 2 ഗ്ലാസ് അരി എടുത്തപ്പോൾ 1/2 ഗ്ലാസ് ഉഴുന്ന് മതി. ഈ ഉഴുന്ന് ഒരുപാടായാൽ ഇഡ്ഡലി ആദ്യം നല്ല ഫഫിയായിട്ട് പൊങ്ങി നിൽക്കും, പക്ഷേ തണുക്കുമ്പോൾ അതങ്ങ് ചൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് ഉഴുന്ന് ഒരുപാട് പാടില്ല. ഞാനിതാ 2 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന് എടുത്തേക്കണേ. അതുപോലെ തന്നെ അരി ഇട്ട സമയം ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഞാൻ കുതിർക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു 6-7 മണിക്കൂർ നമ്മൾ കുതിർക്കാനായിട്ട് വെക്കും. അപ്പോൾ ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഈ അരിയും ഉഴുന്നെടുത്ത് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വെച്ചാൽ നല്ലപോലെ തണുത്തിരിക്കും. അപ്പോൾ മാവ് നമ്മുടെ മിക്സിയിലെ ജാറിലിട്ട് അടിച്ചെടുക്കുമ്പോൾ മാവ് ഒട്ടും തന്നെ ചൂടാവത്തില്ല. അപ്പോൾ ഞാനും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ആദ്യം ഉഴുന്നൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇഡ്ഡലി ഒട്ടും ശരിയാവുന്നില്ല, ഒട്ടിപ്പിടിക്കുന്നു, ശരിയാവുന്നില്ല എന്നുള്ളവർക്കാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉഴുന്ന് അരഞ്ഞെന്ന് നോക്കാനായിട്ട് ഉഴുന്ന് കുതിർത്ത വെള്ളം തന്നെയാണ് ഞാൻ അരയ്ക്കാനെടുത്ത് ആ വെള്ളം മാറ്റി അതിലേക്ക് ഇച്ചിരി മാവ് ഇട്ട് കൊടുത്താൽ കണ്ട വെള്ളത്തിൻ്റെ മുകളിലായിട്ട് മാവ് ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ നമുക്ക് ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം കടയിൽ നിന്നൊന്നും മാവ് മേടിക്കേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇഡ്ഡലി മാവ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അത് നമ്മുടെ റേഷൻ അരിയിൽ നിന്ന് കൊണ്ട് തന്നെ. അതിനുശേഷം നമ്മുടെ അരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരി അരച്ചെടുക്കുമ്പോൾ ഒന്ന് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെ നല്ല ഫൈനായിട്ട് അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല. ചെറിയൊരു തരിതരിപ്പോടുകൂടി വേണം നമുക്ക് ഇഡ്ഡലി മാവ് അരച്ചെടുക്കാനായിട്ട്. അരിമാവ് അരച്ചെടുത്തു. ഇനി അതിലേക്ക് ഞാൻ അതേ ജാറിൽ തന്നെ അതേ കപ്പിന് 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. വെള്ളരിയുടെ ചോറാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതും കൂടെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനത് ആവശ്യത്തിനുള്ള കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ മാവൊന്ന് കുഴച്ച് വയ്ക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കയ്യിലെ നല്ല ബാക്ടീരിയ എല്ലാം ചേർന്നിട്ട് മാവ് നല്ല പെർഫെക്റ്റായിട്ട് നല്ലപോലെ പുളിച്ച് പൊന്തി വരെയൊക്കെ ചെയ്യും. അതിനായിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം, ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ഇഡ്ഡലി മാവ് ഇരിക്കാനായിട്ട്. ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല. നമുക്കിനി ഇത് മാവൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഓവർനൈറ്റ് കഴിയുമ്പോൾ മാവ് എത്രത്തോളം പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. നോക്കിയേ, മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഇരിക്കുകയാണെങ്കിൽ മാവ് നല്ലപോലെ പൊന്തി കളയും കേട്ടോ. ആ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നല്ല സോപ്പ് അതുപോലെ നല്ലപോലെ മാവ് പെർഫെക്റ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പൊക്കെ നമ്മൾ ഇട്ട് വെച്ചതായതുകൊണ്ട് ഒരുപാട് മിക്സാക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലൊന്ന് ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇനി നമുക്ക് മാവ് കോരി ഒഴിക്കാം. അപ്പോൾ മാവ് ഒഴിച്ചൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ നല്ല അടിപൊളി പൂ പോലത്തെ ഇഡ്ഡലി ഇവിടെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റും ലൈക്കും
നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് ഒന്നുകൂടെ വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു സന്തോഷവും ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതാ നമ്മുടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇഡലി നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ തണുത്താലും ഈ ഇഡലി താന്നു പോകത്തില്ല കേട്ടോ. അപ്പോൾ ഉഴുന്ന് കൂടിയാൽ ഉറപ്പായിട്ടും ഇഡലി താന്നു പോകും. ഇപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. കൈ കൊണ്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ചട്നിയുടെ കൂടെ സാമ്പാറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ആയാലും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരെല്ലാം ഒരു ലൈക്ക് അടിച്ചേ, മറക്കരുത് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഇഡലി കഴിക്കണം തോന്നും, അത്ര സോഫ്റ്റായിട്ടായിരിക്കുന്നത്. കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ കരുതുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാ കൂട്ടുകാർക്കും ബായ്.